സമയത്ത് ഡോക്ടറെ 2 ദിവസം ഞാൻ വെച്ചുകൊണ്ടിരുന്നു, ആരോടും പറഞ്ഞില്ല. പക്ഷേ ഞാൻ ചുമച്ച് തുപ്പുമ്പോഴൊക്കെ കട്ട ചോരയായിരുന്നു വീണുകൊണ്ടിരുന്നത്. അപ്പോൾ കൊറോണ ആയതുകൊണ്ട് ENT പോയി കാണണമെങ്കിലും ഭയങ്കര ഫീസ്. അത് ഫേസ്ബുക്ക് വഴിയാണ്. അപ്പോൾ തന്നെ ഞാൻ ലിങ്ക് കയറി നോക്കി, എല്ലാ കാര്യങ്ങളും മനസ്സിലായി, സാക്ഷ്യങ്ങൾ കുറേയൊക്കെ ആയിട്ടു. അതിനുശേഷം 1 മാസത്തിന് ശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തത് 9/6/2019 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് ശരിക്കും അറിയില്ല, ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയായിരുന്നു. അപ്പോൾ കൊന്ത ചൊല്ലാൻ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും എങ്ങനെയാണ് എന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ യൂട്യൂബ് വഴിയും ഇവിടെ വന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തൊക്കെ പഠിച്ചതിന് ശേഷം ഞാൻ നിയോഗം വെച്ചത് ഞങ്ങളുടെ വീട് 2017 മുതൽ വിൽക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. 1 BHK ആയതുകൊണ്ട് അത് ഫ്ലാറ്റ് വിൽപ്പന നടക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം ഉടമ്പടി വെച്ചത് ഞങ്ങളുടെ ഫ്ലാറ്റ് വിൽപ്പന നടക്കണമെന്നായിരുന്നു. അപ്പോൾ ഫ്ലാറ്റ് വിൽക്കുന്നതോടെ ഞങ്ങളുടെ കടബാധ്യതകൾ കുറച്ച് മാറും. അപ്പോൾ ഫ്ലാറ്റ് വിൽപ്പന ആ സമയത്തായിരുന്നു ജെറിക്കോ പ്രാർത്ഥന ഇവിടെ കൃപാസനത്തിൽ നടന്നത്. അച്ഛൻ പറഞ്ഞ പ്രകാരം ഞാൻ അതുപോലെ തന്നെ ജെറിക്കോ പ്രാർത്ഥന അച്ഛൻ പറഞ്ഞ പോലെ തന്നെ പ്രദക്ഷിണമായിട്ട് ഞങ്ങളുടെ ഫ്ലാറ്റിന് ചുറ്റും ഞങ്ങളത് നടത്തി, ഞാനും എൻ്റെ മക്കളും. അപ്പോൾ അടുത്തുള്ളവരൊക്കെ ചോദിച്ചു, ഇതെന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ആദ്യം മാതാവിൻ്റെ ഫോട്ടോ വെച്ചു, മക്കളെ കൊണ്ട് തിരികളൊക്കെ പിടിപ്പിച്ച്, പച്ചത്തിരി നീലത്തിരി പിടിച്ച് ഞങ്ങളിങ്ങനെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ 7 പ്രാവശ്യം വലം വെച്ച്, അതിനുശേഷം 5-ാം ദിവസം ഞങ്ങളുടെ വീട് കാണാനായിട്ടൊരു കൂട്ടർ വന്നു. ഞങ്ങൾ പറഞ്ഞിരുന്നൊരു വലിയ തുകയായിരുന്നു. പക്ഷേ ആ പൈസ തന്നെ ഞങ്ങൾക്ക് 2 പ്രാവശ്യം അവർ വന്ന് കണ്ടതിന് ശേഷം ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഈ വീട് വിൽക്കാനുള്ള വില തന്നെയാണോ പറയുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു അതെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫർണിച്ചർ മൊത്തം ചെയ്തതായിരുന്നു. ഞങ്ങൾ പുതിയ വീട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഫർണിച്ചർ മൊത്തം ചെയ്യണം, അപ്പോൾ ഈ വില തന്നെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. 3-ാം പ്രാവശ്യം അവർ വന്നപ്പോൾ അവർക്ക് വീട് ഇഷ്ടപ്പെട്ടു. അവർ ഞങ്ങൾക്ക് അഡ്വാൻസ് തന്നിട്ട് തിരികെ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ടെൻഷനായി. പെട്ടെന്ന് തന്നെ കോവിഡ് സമയമായിരുന്നു. പെട്ടെന്ന് തന്നെ വീട് വിൽപ്പന നടന്നു. ഞങ്ങൾ വേറെ വീട് വാങ്ങിയിട്ടില്ല, വീട് നോക്കിയിട്ടില്ല, വീട് കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങൾ നല്ലതുപോലെ അന്വേഷിച്ച് ഒരു വീട് ഞങ്ങൾ കണ്ടു. അത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും 5 കിലോമീറ്റർ ദൂരം അഹമ്മദാബാദിൽ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു വീട് കിട്ടി. അതിൽ 2 BHK ആയിരുന്നു. അതിലെല്ലാ പണികളും തീർത്ത് ഞങ്ങൾക്കത് ആ വീട്ടിൽ താമസിക്കാൻ കഴിഞ്ഞു. പിന്നീട് ഞാൻ വെച്ചത് എൻ്റെ മകളുടെ IELTS പഠനമായിരുന്നു. അവൾ റേഡിയോളജി BSc റേഡിയോളജി കഴിഞ്ഞിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് പഠിക്കുന്നതിന് മുമ്പേ ഉള്ള ആഗ്രഹമാണ് അവൾക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്ന്. പക്ഷേ IELTS ഞാൻ ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ IELTS എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു കടമ്പയാണ്. 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം 10 പ്രാവശ്യമൊക്കെ എഴുതിയവരുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ മോളെ കൊണ്ട് സാധിക്കില്ല. അവൾ പറഞ്ഞു 1 പ്രാവശ്യം എഴുതണമെന്ന് പറഞ്ഞു. ടീക്കെ 1 പ്രാവശ്യം എഴുതിയിട്ട് അവൾ തോറ്റു കഴിയുമ്പോൾ അവൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, മകൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, IELTS പാസ്സാവണം. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവൾ പാസ്സായി. അത് കഴിഞ്ഞ് HCPC രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രേഷൻ ഉണ്ട് UK-യുടെ. അത് ചെയ്താലാണ് റേഡിയോഗ്രാഫർ മറ്റുള്ള ജോലികൾക്കൊക്കെ അവിടെ ചെയ്യണമെങ്കിൽ നമ്മൾക്കൊരു രജിസ്ട്രേഷൻ ചെയ്യണം. ആ രജിസ്ട്രേഷന് വേണ്ടി ഇവൾ അപ്ലൈ ചെയ്തു. 1 മാസം ഞാനപ്പോൾ ഇവിടെ ഉടമ്പടി പുതുക്കിയതിന് ശേഷമായിരുന്നു HCPC രജിസ്ട്രേഷന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തത്, മോൾ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ എത്രയും പെട്ടെന്ന് മോൾക്ക് പോകണമെങ്കിൽ ഈ രജിസ്ട്രേഷൻ പാസ്സായി കിട്ടണം. 1 മാസവും 4 ദിവസവും കൊണ്ട് HCPC രജിസ്ട്രേഷൻ അത്ര സമയം കൊണ്ട് കിട്ടുന്നതല്ല. ഞങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലി ഞാൻ വിശ്വാസമാണ് 33 പ്രാവശ്യം ചൊല്ലുമായിരുന്നു. 3 മണിക്ക് എണിച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൈവിരിച്ച് ഞാനും മോളും ചൊല്ലും. 5:30 എണിച്ച് ഞങ്ങൾ അതുപോലെ തന്നെ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. 1 മാസവും 4 ദിവസവും കൊണ്ട് എനിക്ക് HCPC രജിസ്ട്രേഷൻ മോളുടെ നടന്നു കിട്ടി. അത് കഴിഞ്ഞിട്ട് ഈ HCPC രജിസ്ട്രേഷൻ നടന്നു കിട്ടിയെങ്കിലും ഇൻ്റർവ്യൂകൾക്കൊക്കെ അയക്കുമ്പോൾ അവൾക്ക് റിജക്ഷൻ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പം മോള് പറഞ്ഞു, മമ്മി ഇനി രജിസ്ട്രേഷൻ നോക്കിയിരുന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് UK-യിൽ എത്താൻ പറ്റില്ല, നമുക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ എങ്ങനെയെങ്കിലും പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അവൾക്കൊരു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു. ആദ്യം യൂണിവേഴ്സിറ്റി ഒരെണ്ണം കിട്ടി. അത് കിട്ടിയത് സ്കോട്ട്ലാൻഡിലായിരുന്നു. സ്കോട്ട്ലാൻഡിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ പറഞ്ഞു അവിടെ ബ്രാൻഡി കമ്പനികൾ ഒരുപാടുള്ളതാണ്, അവിടെ പോയി കഴിഞ്ഞാൽ പോലീസുകാരാണ്, അവിടെ പാർട്ട് ടൈം ജോലി കിട്ടണമെങ്കിൽ 2 മണിക്കൂർ ഗ്ലാസ്ഗോയിലേക്ക് ട്രാവൽ ചെയ്യണം, പാർട്ട് ടൈം ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ആ വർഷം അവൾ ഡ്രോപ്പ് ചെയ്തു. അതൊക്കെ കേട്ട് പേടിച്ചു മോൾ, ഒറ്റയ്ക്കല്ലേ പോകുന്നതും. അപ്പോൾ പിന്നീട് ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി, നീ UK പോകാൻ തുടങ്ങിയിട്ട് 1 വർഷമായല്ലോ, ഇതുവരെ പോക്ക് നടന്നില്ലേ എന്ന് ചോദിച്ചു. പിന്നെ അവൾ ആരോടും പറഞ്ഞില്ല എവിടെ പോകുന്നതെന്നോ, അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് ഞാൻ പോലും അറിഞ്ഞില്ല. പിന്നീട് അവൾക്ക് UK-യിൽ നോട്ടിംഗ്ഹാം ട്രെൻറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. അഡ്മിഷൻ കിട്ടുമ്പോഴും ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസ പോലുമില്ല. എല്ലാം മാതാവ് ഞങ്ങൾക്ക് ഒരുക്കി തന്നു, എല്ലാ കാര്യങ്ങളും. അതിനുശേഷം ഞങ്ങൾക്ക് ലോൺ എടുക്കേണ്ട കാര്യം വന്നു. ലോണിനാണെങ്കിൽ ഞങ്ങളുടെ വീടിന് ഓൾറെഡി ലോൺ ഉള്ളതാണ്. അപ്പം മോൾക്ക് വീണ്ടും ഒരു ലോൺ അതിൻ്റെ മുകളിൽ കിട്ടില്ല. അപ്പോൾ ഞങ്ങളാകെ ടെൻഷനായി. വേറെ ഞങ്ങൾക്ക് ലോൺ വെക്കാനായിട്ട്
ഒരു വസ്തുക്കളുമില്ല. പിന്നീട് ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിൻ്റെയും പേരിൽ ബിസിനസ്സിൻ്റെ IT റിട്ടേൺ ചെയ്യുന്നുണ്ട്. അവസാനമാണ് ഞങ്ങൾ IT റിട്ടേൺ വെച്ചിട്ട് ഞങ്ങൾക്ക് ലോൺ മോൾക്ക് പഠിക്കേണ്ടതായ 15 ലക്ഷം രൂപ ഞങ്ങൾക്ക് IT റിട്ടേൺ വഴി ലഭിച്ചു. അതും എല്ലാം ഒരുപാട് ഞങ്ങൾ സെർച്ച് ചെയ്തതിന് ശേഷം അവസാനമായിട്ടൊരു കച്ചിത്തുരുമ്പ് പോലെ മാതാവ് ഞങ്ങൾക്ക് മുൻപോട്ടിട്ട് തന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൊല്ലം മുമ്പാണ് ഞങ്ങൾ വീടിന് ITയും വീടിൻ്റെ പേപ്പറും വെച്ച് ഞങ്ങൾ ലോൺ എടുത്തത്. പിന്നീട് ആ 2 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് മോൾക്ക് ഇത്രയും വലിയൊരു ലോൺ എമൗണ്ട് കിട്ടിയത്. അത് മോളും ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇടും, മോളും ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് മോൾക്ക് ലോണും ലഭിച്ചു. പിന്നീട് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. എല്ലാ തരത്തിലും ഞങ്ങളെ പലരുമായിട്ട് സഹായിച്ചു. മോൾക്ക് പോകേണ്ട പൈസ ലോൺ പകുതി അടച്ചു, പകുതി ഞങ്ങൾ അക്കൗണ്ടിൽ കാണിച്ചു. ബാക്കിയുള്ളതൊക്കെ ഞങ്ങളെ നല്ലവരായ കുറേ ആളുകൾ ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ മോള് കയറിപ്പോയി. മോളിപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ ഇൻടേക്കിൽ മോള് പോയത്. അതുകൂടാതെ മകൻ ACCA പഠിക്കണമെന്ന് പറഞ്ഞു. ACCA പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചിലവുള്ളൊരു സംഭവമാണ്. അപ്പോൾ മോനെ പഠിക്കാൻ ഞാൻ പറഞ്ഞു BCom പഠിച്ചാൽ മതി എന്നുണ്ട്. മോൻ പറഞ്ഞു പോരാ, എനിക്ക് ACCA ചെയ്യണം. എന്നുവെച്ചാൽ പപ്പയുടെ കഷ്ടപ്പാട് മാറണമെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് പഠിച്ച് ഒരു ജോലിയിൽ കയറണം. അപ്പം മോനോട് പറഞ്ഞു, അവൻ ഒപ്പം ACCAയും BCom ഒരുമിച്ചെടുത്തു. അതും ഞങ്ങൾക്ക് നല്ലവരായൊരു മനുഷ്യൻ ഞങ്ങളെ സഹായിച്ചു മോനെ പഠിപ്പിക്കാനായിട്ട്. അതും എല്ലാം മാതാവിൻ്റെ ഒരൊറ്റ കരുണ കൊണ്ടാണ്. മാതാവില്ലായിരുന്നെങ്കിൽ എൻ്റെ മക്കൾ ഇവിടെ ഒരിക്കലും എത്തില്ലായിരുന്നു. അപ്പം മോൻ ACCA പഠിച്ചു. ഇപ്പോൾ 9 എക്സാം മോൻ്റെ പാസ്സായി. ഇനി 4 എക്സാമും കൂടിയുണ്ട്. മോൻ അടുത്ത ജൂണിൽ മോൻ്റെ എക്സാം കഴിയുമ്പോൾ മോൻ പറഞ്ഞു, അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, എപ്പോഴും അമ്മമാർക്ക് ഇട്ട് കൊടുക്കരുത് പ്രാർത്ഥന, മക്കൾക്ക് അനുഗ്രഹം വേണമെങ്കിൽ മക്കൾ തന്നെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. മകൻ ഇത് യൂട്യൂബിലൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ മകൻ ഇപ്രാവശ്യം എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ജൂണിൽ വന്നിട്ട് അവൻ ഉടമ്പടി എടുക്കും. മോളും ഇതുപോലെ തന്നെ ഉടമ്പടി എടുത്തിട്ടാണ് മോള് പോയിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങൾക്ക് അവിടെ ഗുജറാത്തിൽ തന്നെ വൃദ്ധരെ താമസിപ്പിക്കുന്ന ഒരു ആശ്രമമുണ്ട്, ഫ്രീ ആയിട്ട് നടത്തുന്ന. ഒരുപാട് അമ്മമാർ അപ്പന്മാരും അവിടെ മക്കളുള്ളവരും ഇല്ലാത്തവരൊക്കെ ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ അവരെ പോയി കാണും. എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ, അതിൽ വയ്യാതിരിക്കുന്ന അമ്മമാരെ കുളിപ്പിക്കാൻ വേണ്ടി അവിടെ നോർത്തിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ആൾക്കാർ കുളിക്കും. വരുന്ന വെള്ളം ചൂട് വെള്ളം വരുന്നത്. അപ്പോൾ 6 മണിക്ക് മുമ്പ് അവർ കുളിച്ചിരിക്കും. അപ്പം ഞാനും മോളും 5:30 ആകുമ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞാൽ ഞങ്ങൾ വണ്ടിയെടുത്ത് 5 കിലോമീറ്റർ ദൂരെയാണ്. അവിടെ പോയി അവരെ കുളിപ്പിച്ച്, അപ്പോൾ അവർക്ക് ഷാമ്പു ചെയ്യാനായിട്ട് ഒരു ദിവസമുണ്ട് തലയിൽ. ആ ദിവസം അവർ പറയും ഇന്ന ദിവസം ചെയ്യണമെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ചെന്ന് അവരെ കുളിപ്പിച്ച് അവരുടെ തുണികൾ കഴുകി അവരുടെ നഖം വെട്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഞാനും മോൾ UK പോകുന്നവരെ മോളും എൻ്റെ ഒപ്പം വരുമായിരുന്നു. എല്ലാ സൺഡേയിലും അവർക്കൊന്നും കൊടുത്തില്ലെങ്കിലും അവരോട് കൂടി ഇരുന്ന് സംസാരിക്കുക, അവരെ കെയർ ചെയ്യുക. ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവർ പറയും എൻ്റെ മകൾ വന്നു, എൻ്റെ മക്കൾ വന്നു എന്നാണ് അവർ പറയുന്നത്. അത്രയ്ക്ക് സന്തോഷമാണ് അവർക്ക്. പിന്നെ അവർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ പറയും, വലിയ കാര്യങ്ങളൊന്നും പറയില്ല. ഇപ്പോൾ അവർ എല്ലാ മുറികളിലും ഇപ്പം നമ്മൾ മാതാവിനെയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്ന പോലെ അവരുടെ വിശ്വാസമുള്ള ദൈവത്തെ അവർ പൂജിക്കും. അപ്പോൾ അവർക്ക് അഗർബത്തി വേണം. എന്നും അവരൊരു ദിവസം 4 അഗർബത്തി വെച്ച് അവർ പൂജിക്കും. അപ്പോൾ അവർ പറയും അഗർബത്തി മേടിച്ചുകൊണ്ട് വരാൻ പറയും. അങ്ങനെ അഗർബത്തി മേടിച്ചുകൊണ്ട് കൊടുക്കും. ചെറിയ ചെറിയ സാധനങ്ങൾ, നമ്മളെ കൊണ്ട് ഒക്കുന്ന സാധനങ്ങളാണ് കൊടുക്കുന്നത്. അതൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കും. അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ പഴയതാണെങ്കിലും അത്ര ബുദ്ധിമുട്ടില്ലാത്ത കുഴപ്പമില്ലാത്ത ഡ്രസ്സുകൾ അവർക്ക് കൊണ്ടു കൊടുക്കും. പിന്നെ റോഡ് സൈഡിലൊക്കെ ഇരിക്കുന്നവർക്ക് ഞാൻ വീക്കെൻഡിൽ മാസത്തിൽ 1-2 പ്രാവശ്യം അവിടെ അധികവും ആൾക്കാർ കഴിക്കുന്ന കിച്ചടി എന്ന് പറയുന്നൊരു ചോറും പരിപ്പും കൂടി വേവിക്കുന്നതാണ്. അതാണ് അവിടെ ഉള്ളവർക്ക് ഇഷ്ടം. കിച്ചടിയും കടിയും മോര് കാച്ചിയതുമാണ് കൊടുക്കുന്നത്. അത് എല്ലാ വീക്കെൻഡിലും ഞങ്ങൾ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ മാതാവിൻ്റെ അനുഗ്രഹം. പിന്നെ ഞാൻ അഖണ്ഡ ജപമാല അവിടെ നടത്തുന്നുണ്ട്, ഒരു ഗ്രൂപ്പ്. എനിക്കിവിടെ അച്ഛൻ പറഞ്ഞപ്പോൾ തോന്നി എന്തുകൊണ്ട് ഗുജറാത്തിലൊരു അഖണ്ഡ ജപമാല ഗ്രൂപ്പ് തുടങ്ങിക്കൂടാ. അപ്പോൾ ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു 6 പേരെങ്കിലും ഉടമ്പടി എടുത്തവർ വേണമെന്ന്. അപ്പോൾ 5 പേര് ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടി. പിന്നെ ഒരാൾ ഞാൻ ചോദിച്ചു ഓൺലൈനിലാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഓക്കെ, ഓൺലൈനിൽ ഉടമ്പടി എടുത്തവരും പറ്റുമെന്ന് പറഞ്ഞു. 6 പേരുടെ പേര് ഞാനിവിടെ രജിസ്റ്റർ ചെയ്ത് എനിക്ക് ഇവിടുന്ന് ഷൈൻ എന്ന് പറഞ്ഞൊരു ബ്രദർ എനിക്ക് അഖണ്ഡ ജപമാല അയച്ചു തന്നു. ഈ ജനുവരി മാസം മുതൽ പിന്നീട് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എൻ്റെ അഖണ്ഡ ജപമാല ഗ്രൂപ്പിൽ 17 പേരുണ്ട്. ഞങ്ങൾ എല്ലാ മാസവും മുടങ്ങാതെ അഖണ്ഡ ജപമാല ചൊല്ലുന്നുണ്ട്. ഈ ജനുവരി മുതൽ തുടങ്ങി ഈ കഴിഞ്ഞ മാസം വരെ, ഈ മാസത്തെ ബാക്കിയാണ്, കഴിഞ്ഞ മാസം വരെ കറക്റ്റായിട്ട് ഞങ്ങൾ ഓരോരുത്തരുടെ വീട്ടിൽ അഖണ്ഡ ജപമാല കംപ്ലീറ്റ് ചൊല്ലുന്നുണ്ട്. പിന്നെ അഖണ്ഡ ജപമാലയിൽ കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഈ 17 പേർക്കും ഓരോ തരത്തിൽ ഓരോ അനുഗ്രഹങ്ങളുണ്ട്. എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മകൾ UK ഞാൻ പറഞ്ഞല്ലോ, അവൾക്കൊരു വയറുവേദന വന്നു. അവൾ എന്നോട് പറഞ്ഞില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാവും, മമ്മി കരയുമെന്ന് പറഞ്ഞിട്ട് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. പിന്നെ കൂടെയുള്ളവരാണ് പറഞ്ഞത് ആഗനിക്ക് വയറുവേദനയാണ്, ഡോക്ടറെ കാണണമെങ്കിൽ അവിടെയൊക്കെ ഡോക്ടറെ കാണണമെങ്കിൽ ഈ ആഴ്ച
അപ്പോയിൻമെൻ്റ് എടുത്ത് നെക്സ്റ്റ് വീക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടും. അതിൻ്റെ പിറ്റത്തെ വീക്കിലാണ് മെഡിസിൻ കിട്ടുക. അപ്പോഴത്തേക്കും ഇവൾക്ക് ഭയങ്കര വയറുവേദനയായി. അപ്പോൾ അഖണ്ഡ ജപമാലയുടെ സമയമായപ്പോൾ ഇവളോട് ഞാൻ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് പാരസെറ്റാമോൾ കഴിക്കും, അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്, ഡോക്ടറെ കാണണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ചോദിക്കുമ്പോൾ ഒക്കെ പറയും കുഴപ്പമില്ല എന്ന്. അപ്പോൾ അവൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവൾക്ക് അപ്പൻഡിക്സിൻ്റെ സൈഡിലൊരു ഇൻഫ്ലമേഷൻ പോലെ ഉണ്ടായിരുന്നു. അത് മരുന്ന് കഴിച്ചത് കംപ്ലീറ്റ് മാറിയിട്ടായിരുന്നു അവൾ പോയത്. അപ്പോൾ ആ മരുന്നിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അവളുടെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നീ ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിക്കുക, ഡോക്ടറെ കാണാൻ പറഞ്ഞു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞെങ്കിലും ഡോക്ടർമാർ പെട്ടെന്ന് തന്നെ മരുന്ന് തന്നില്ല. അവർ സ്കാനിങ്ങിന് എഴുതിയിട്ടില്ല. അവർ യൂറിൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. യൂറിൻ ചെക്ക് ചെയ്യാനും ഒരാഴ്ച വീക്ക് അവർ സമയം കൊടുത്തു. അതിനുശേഷമാണ് യൂറിൻ ചെക്ക് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു യൂറിനിൽ എന്തോ സംശയം അവർക്കുണ്ട്, കിഡ്നിക്ക് എന്തോ തകരാറുണ്ട്, വീണ്ടും ഒന്നോടെ യൂറിൻ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. വീണ്ടും യൂറിൻ ചെക്ക് ചെയ്തപ്പോൾ വീണ്ടും ഒരാഴ്ച 2 ആഴ്ച അങ്ങനെ നീണ്ടു പോവാണ്. 3 ആഴ്ച 4 ആഴ്ചയായി. അപ്പോൾ ആ സമയത്താണ് അഖണ്ഡ ജപമാലയിൽ ഞാൻ അന്നത്തെ അഖണ്ഡ ജപമാല ചൊല്ലിയതിൽ ഞാൻ കണ്ണുനീരോടെയാണ് പ്രാർത്ഥിച്ചത്. ഞാൻ പറഞ്ഞു, അമ്മേ നിൻ്റെ കയ്യും പിടിച്ചാണ് ഞാൻ എൻ്റെ മകളെ പറഞ്ഞു വിട്ടത്, എനിക്കിന്ന് വേറെ ഒന്നും അറിയണ്ട, എൻ്റെ മകൾക്കൊരു കുഴപ്പവും വരരുത്, ഞാൻ നിൻ്റെ കയ്യും പിടിച്ചാണ് വിട്ടത്, ഉടമ്പടി എടുത്തിട്ടാണ് എൻ്റെ മകൾ പോയത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, മമ്മി ഒരു കുഴപ്പവുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ വേദന കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അപ്പോഴത്തേക്ക് അവൾക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്തു. ആൻറ്റിബയോട്ടിക് പിന്നെയും കിട്ടിയത് 5 ദിവസത്തിന് ശേഷമാണ്. അവൾ ആൻറ്റിബയോട്ടിക് കഴിച്ചു, വേദന കുറവുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അവൾക്ക് മെയിൽ വഴി പോസ്റ്റൽ വഴിയാണ് അവൾക്ക് സ്കാനിങ്ങിന് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അവൾ ആദ്യം താമസിച്ചിരുന്ന സ്ഥലത്ത് അവൾ വീട് മാറിയിരുന്നു. അപ്പോൾ ആ വീട്ടുടമസ്ഥൻ റൂം അടച്ചിട്ടിരിക്കുകയാണ്, അതിനുള്ളിൽ ലെറ്റർ വന്നു കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ഇവിടെ വരുന്നതിന് മുൻപ് അവൾക്ക് ആ ലെറ്റർ കിട്ടി, സ്കാനിങ് ചെയ്തു, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, അവിടെ തണുപ്പായതുകൊണ്ട് വെള്ളം കുടിക്കാത്തത് കൊണ്ടുള്ള ഇൻഫ്ലമേഷൻ ആയിരുന്നു, ഇതിൽ കുഴപ്പമൊന്നുമില്ല, മരുന്ന് കണ്ടിന്യൂ ചെയ്ത് ആ മരുന്ന് മാത്രം കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. വേറെ ഒരു കുഴപ്പമില്ലാതെ അവൾ സൗഖ്യപ്പെട്ടു. ഞാൻ ജപമാലയിൽ ഈ ഒരൊറ്റ കാര്യം മാത്രമായിരുന്നു അന്നത്തെ പ്രാർത്ഥന. ഞാൻ കണ്ണുനീരോടെ ആയിരുന്നു പ്രാർത്ഥിച്ചത് അഖണ്ഡ ജപമാലയിൽ. എൻ്റെ മകൾക്കൊരു ആപത്തും വരുത്തരുത്. അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ മരുന്ന് കിട്ടുമ്പോഴത്തേക്കും ആൾക്ക് അത്രയ്ക്ക് സിവിയർ ആവും. അതുപോലെയാണ്, ഒരു കുഴപ്പവും ഉണ്ടായില്ല. പിന്നീട് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കൊറോണ സമയത്ത് മീനിൻ്റെ മുള്ള് കഴിച്ച് എൻ്റെ തൊണ്ടയിൽ മീനിൻ്റെ മുള്ള് കുടുങ്ങി. ആ കുടുങ്ങിയ സമയത്ത് ഡോക്ടറെ 2 ദിവസം ഞാൻ വെച്ചുകൊണ്ടിരുന്നു, ആരോടും പറഞ്ഞില്ല. പക്ഷേ ഞാൻ ചുമച്ച് തുപ്പുമ്പോഴൊക്കെ കട്ട ചോരയായിരുന്നു വീണുകൊണ്ടിരുന്നത്. അപ്പോൾ കൊറോണ ആയതുകൊണ്ട് ENT പോയി കാണണമെങ്കിലും ഭയങ്കര ഫീസ്, ഡോക്ടറെ കാണാൻ പേടി. ഡോക്ടറാണെങ്കിൽ എന്നിട്ട് ഞാൻ വീണ്ടും ഡോക്ടറെ പോയി കണ്ട് ഇത്ര ദൂരത്ത് നിന്നിട്ടാണ് ഡോക്ടർ എന്നെ നോക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല, നിങ്ങൾക്ക് തോന്നുന്നതാണ്, മരുന്ന് കഴിച്ചാൽ മതി എന്ന് മരുന്ന് തന്നു വിട്ടു. വീണ്ടും ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വെള്ളം പോലുള്ള ലിക്വിഡ് സാധനങ്ങൾ മാത്രമേ കഴിക്കുന്നുള്ളൂ. എനിക്ക് എത്ര ശ്രമിച്ചിട്ടും വേദന മാറുന്നില്ല. എനിക്ക് അറിയാനുണ്ട് മുള്ളിവിടെ ഇരിക്കുന്നതും തടയുന്നതും എനിക്ക് അറിയുന്നുണ്ട്. ഡോക്ടർ പേടിച്ചിട്ട് അടുത്ത് വന്ന് നോക്കുന്നുമില്ല. കൊറോണ ഭയങ്കര സിവിയറായി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ രണ്ടാമത് ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഇത്ര പേടിയുണ്ടെങ്കിൽ നിങ്ങൾ എൻഡോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞു. എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു മയക്കണം മരുന്നും എല്ലാം കൂട്ടിയിട്ട് 10,000 രൂപ വരുമെന്ന് പറഞ്ഞു. ആ സമയം സിവിയർ കൊറോണ, എൻ്റെ ആകെ 500 രൂപയും കൊണ്ടായിരുന്നു ഞാൻ പോയത്. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പം ഞാൻ കൃപാസനത്തിൽ ഗ്രൂപ്പിലൊരു മെസ്സേജ് ഇട്ടു എനിക്ക് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു മോളെ ഉപ്പ് മോളുടെ കയ്യിലില്ലേ, ഉപ്പ് ക്യാൻസറിനെ വരെ സുഖപ്പെടുത്തുന്നതാണ്, മോളൊരു കാര്യം ചെയ്യും, വീട്ടിൽ ചെന്ന് ചെറു ചൂടിൽ ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് തൊണ്ടയിൽ പറ്റാവുന്ന സമയം പിടിക്കാൻ പറഞ്ഞു. ഞാൻ വന്ന വഴി അപ്പം അന്ന് 15 നോയമ്പ് തുടങ്ങുകയാണ്. അപ്പം ഞാൻ മോളോട് പറഞ്ഞു ഇല്ല, ഈ മുള്ള് മാതാവ് എടുത്തു മാറ്റും, നാളെ നൊയമ്പ് തുടങ്ങുകയല്ലേ, ഞാൻ എന്തായാലും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, ഉടമ്പടി എടുത്തതല്ലേ, നമുക്ക് വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് വീട്ടിൽ പോയി. മോള് പറഞ്ഞു മമ്മി എല്ലാത്തിലും വലുതല്ലേ തൊണ്ടയിൽ, നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ചെയ്യുന്നില്ല, നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് ഞാനൊരു 3-4 പ്രാവശ്യം വന്നിട്ട് ചെറു ചൂട് വെള്ളം കുടിക്കാവുന്ന പറ്റത്തിൽ ഞാൻ ആ ചൂട് വെള്ളം തൊണ്ടയിൽ പിടിച്ചു. അന്ന് വൈകുന്നേരം ബാക്കിയിരുന്ന മീൻകറി കഴിച്ച് ഞാൻ ചോറുണ്ടു എന്നുള്ളതാണ്. ആ മുള്ള എങ്ങനെ പോയി എന്ന് എനിക്കറിയില്ല. അതുവരെ ഞാൻ ലിക്വിഡ് കഴിച്ചിരുന്നത്, അന്ന് വൈകുന്നേരം ഞാൻ ആ വേദനയും പോയി, എനിക്ക് ആ മുള്ളും പോയി. അത് ഉപ്പ് കൊണ്ട് എനിക്ക് സാധിച്ച വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ ഞാൻ അവിടെ പത്രങ്ങൾ, ഗുജറാത്തി പത്രം, ഹിന്ദി പത്രം, തമിഴ് പത്രം ഇതൊക്കെ കൊണ്ടു കൊടുക്കും. അപ്പോൾ ഗുജറാത്തി ഒരു ആൻറ്റി ഉണ്ട്. ആ ആൻറ്റി ഒത്തിരി തടിയുള്ളതാണ്. ആൻറ്റിയുടെ കാലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചേനയുടെ തൊലി ചെത്തുന്ന പോലെയാണ് ആൻറ്റിയുടെ കാലിരിക്കുന്നത്. അപ്പോൾ ഗുജറാത്തി ക്രിസ്ത്യനാണ്. അപ്പോൾ ആൻറ്റിയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആൻറ്റിക്ക് ഒരുപാട് വിശ്വാസമാണ്. മദർ മേരിയിൽ ഒത്തിരി വിശ്വസിക്കുന്നുണ്ട് അവർ. അപ്പോൾ ഞാൻ തൈലം കൊണ്ടുപോയി ആൻറ്റിയുടെ കാലയിൽ തൊട്ടു. അപ്പോൾ മോൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ആൻറ്റിയുടെ കാൽ ഒരുപാട് തടിയുണ്ട്. അപ്പോൾ മോൻ എന്നോട് ചോദിച്ചു
മമ്മി അതിൻ്റെ കാല് കണ്ടിട്ട് പേടിയായില്ലേ മമ്മിക്ക് എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് പുരട്ടി നോക്കാം, മാതാവിൻ്റെ അത്ഭുതം ആൻറ്റിയിൽ നടക്കുമെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ആൻറ്റിയുടെ കാലിലെ തൈലം പുരട്ടി. അവരെന്നോട് തൈലം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് ഉടമ്പടി എടുക്കുന്നവർക്ക് മാത്രമുള്ളതാണ്, ആൻറ്റിക്ക് എപ്പോൾ ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ വന്ന് പുരട്ടി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊണ്ട് പുരട്ടി കൊടുത്തു. പിന്നീട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആൻറ്റിയുടെ നോർമൽ കാല് പോലെയായി. ഒരു ചൊറിച്ചിലോ പൊട്ടലോ ഒന്നുമില്ല. ചേന ചെത്തി പോലെ ഇരുന്ന കാല് ചലമിങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്ന കാലായിരുന്നു. അത് പൂർണ്ണമായിട്ടും മാറി. ഇപ്പം ആൻറ്റിക്ക് ഇവിടെ വരണമെന്ന് പറയണു, പക്ഷേ ട്രാവൽ ചെയ്യാനോ ആൻറ്റിക്ക് എഴുന്നേറ്റ് നടക്കാനോ പറ്റാത്തൊരവസ്ഥയാണ് ആൻറ്റി. അതുകൊണ്ട് ആൻറ്റി വരാത്തത്. അതുപോലെ പത്രങ്ങൾ കൊടുക്കുമ്പോൾ ഒരുപാട് ഗുജറാത്തി ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായിട്ടുള്ള ഒരുപാട് പേർക്ക് ഞാൻ പത്രം കൊടുക്കുന്നുണ്ട്. അവർക്ക് നേർച്ച വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് വിശ്വാസത്തിലാണ്. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒരുപാട് പേര് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം 3 ദിവസമായി ഞങ്ങൾ അടുത്ത സൺഡേ വരെ ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യുകയാണ്. ഞാനിവിടെ വന്നത് പുതുക്കണം, പിന്നെ എനിക്ക് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞങ്ങൾ വന്നത്. കഴിഞ്ഞ വർഷം ഉടമ്പടി ജപമാല റാലിക്ക് ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. അമ്മ മാതാവിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ നേടിയ അമ്മ മാതാവിന് തിരുക്കുമാരനും ഒരുപാട് നന്ദികൾ പറയുന്നു.